വചനദീപ്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ച ആ മഹനീയമായ നിമിഷത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കുന്നത് വിളിയെക്കുറിച്ചാണ്. ദൈവം വിളിക്കുന്നു, ഓരോരുത്തരെ വിളിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് ഒരാളെ വിളിക്കുന്നു, ഭാര്യയാകാൻ വിളിക്കുന്നു, ഭർത്താവാകാൻ വിളിക്കുന്നു, മകനാകാൻ മകളാകാൻ വിളിക്കുന്നു. ഓരോ വ്യക്തികൾക്കും ദൈവം തമ്പുരാൻ്റെ പ്രത്യേക വിളിയുണ്ട്. ആ വിളിച്ചവൻ വിശ്വസ്തനാണ്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. വിളിച്ചവനെ തിരിച്ചറിയാനോ വിളിക്കൊത്തുയരുവാനോ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന നല്ലതാണ്. ദൈവം നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, അവിടുത്തെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിഞ്ഞു. ദൈവം ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുന്നുണ്ട്. മോശയെ വിളിക്കുന്നു. മോശ പറയുന്നു, ഞാനൊരു വിക്കനാണ്. ജെറമ്യാസിനെ വിളിക്കുമ്പോൾ ജെറമ്യ പറയാണ്, ഞാനൊരു ബാലനാണ്. പക്ഷേ ഏതവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിലാണോ നമ്മളെ വിളിച്ചത്, പക്ഷെ വിളിക്കുന്നവന് ചില പ്രത്യേകതകളുണ്ട്, അവൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിനൊത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ പരിപൂർണമായിട്ടും ദൈവത്തിൽ സറണ്ടർ ആയിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ പോരായ്മകൾ പലതും ഉണ്ടാകാം. ഈ പോരായ്മകൾ വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു, കർത്താവേ, എവിടെയാണ് തെറ്റിയത്? നിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ഞാൻ പിടിവിട്ടത്? ഓർക്കണം പ്രിയപ്പെട്ടവരെ, വലിയ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ച് 5 അപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയിട്ട് മിച്ചമുള്ളത് 12 കുട്ടകൾ നിറച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറയുകയാണ്, നമുക്ക് മറുകരയ്ക്ക് പോകാം. അവൻ കരയിലൂടെ കടന്നുപോയി. വഞ്ചി കരയിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ വലിയ തിരമാലകൾ. അതുവരെ ഇവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം എല്ലാവർക്കും ഓരോ കൊട്ട അപ്പം കിട്ടിയിട്ടുണ്ട്. ആ അപ്പം കിട്ടിയിരിക്കുന്നതനുസരിച്ച് ഇനി 3-4 ദിവസം പിന്നിട്ടാലും ആവശ്യത്തിനുള്ള അപ്പം ഉണ്ടെന്നുള്ളത് അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയിൽ അവർ വളരെ ആനന്ദത്തോടെ അക്കരയ്ക്ക് യാത്ര ചെയ്യും, സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ടുമെല്ലാം പാടിയിട്ടാകാം അവർ പോയതെന്ന് ഞാൻ വിശ്വസിക്കാം. അവരങ്ങനെ ആനന്ദ ആഹ്ലാദത്തോടെ പാടിക്കൊണ്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് പ്രകൃതി കാലാവസ്ഥ മാറുകയാണ്. കാലാവസ്ഥ മാറിയപ്പോഴെന്താണ്, തിരമാലകൾ മാനം മുട്ട ഉയർന്നു. ആ വഞ്ചി മുങ്ങുമെന്ന് കണ്ടപ്പോൾ അവരുടെ കൊട്ട മറിഞ്ഞ് ഉണ്ടായിരുന്ന അപ്പങ്ങളൊക്കെ പലതും വെള്ളത്തിലൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർ വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് വിളി കേട്ട് അവൻ അവരുടെ അരികിലേക്ക് വന്നപ്പോൾ പത്രോസും കൂട്ടരും എന്താണ് പറഞ്ഞത്? അയ്യോ, ഭൂതമെന്ന്. ഈശോ പറയാണ്, ഇത് ഞാനാണ്, കർത്താവാണ്. പത്രോസ് പറയാണ്, കർത്താവെ, അങ്ങാണെങ്കിൽ ഞാനും വരട്ടെയോ? കർത്താവ് വിളിച്ചു വരാൻ. പത്രോസ് താനായിരിക്കുന്ന വഞ്ചിയിൽ നിന്ന് കർത്താവ് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത് പോലെ തന്നെ കണ്ടുകൊണ്ട് ഈശോയുടെ മുഖത്ത് നോക്കി നടന്നപ്പോൾ പത്രോസിന് ഈശോ നടക്കുന്ന പോലെ തന്നെ വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ സാധിച്ചു. കുറേ ചുവടുകൾ വെച്ചപ്പോൾ പത്രോസ് വളർന്നു. യോഹന്നാൻ 3:30 പറഞ്ഞു, അവൻ വളരുകയും ഞാനോ കുറയുകയും ചെയ്യണം. എന്തെല്ലാം ഞാൻ പ്രവർത്തിക്കുന്നെങ്കിലും അതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ്. പക്ഷേ ആ വിളി മാറിക്കൊണ്ട് വിളിച്ചവനെ തിരിച്ചറിയാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടേക്ക് പോകുന്നു? ജെറമ്യ 15:19 പറഞ്ഞു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞാൽ എൻ്റെ നാവ് പോലെയാക്കും. ഒരിക്കലും നീ അവരെ തേടി പോവില്ല, അവർ നിന്നെ തേടി വരും. നിന്നെ ഒരു പിത്തളക്കോട്ടയായി പടുത്തുയർത്താമെന്നാണ് എന്നെ വിളിച്ചവൻ പറഞ്ഞത്. ആ വിളിച്ചവനെ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഞാൻ ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സാക്ഷി എന്നെ വിലക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ 30-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറന്നിരിക്കില്ല. നിന്റെ നയനങ്ങൾ എൻ്റെ ഗുരുവിൻ്റെ മുഖം ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ പിന്തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരമെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ വചനം, മകനെ ഇതാണ് വഴി, ഇതിലേ പോകാൻ പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടേതാകുന്ന ന്യായീകരണത്തിലൂടെ കടന്നുപോയതാണ് മക്കളെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന തകർച്ചകളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബാറൂക്കിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. വീണ്ടും ബാറൂക്ക് 4:28 പറയുന്നു, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ അവിടുത്തെ തേടണം.
എവിടെ വെച്ചാണ് ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് പിടിവിട്ടതെന്ന് നമ്മൾ ഓർക്കുക. പത്രോസിന് സംഭവിച്ച എന്താണ്? പത്രോസ് ഈശോ നടക്കുന്ന പോലെ തന്നെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് വളർന്നു. എപ്പോൾ കർത്താവിൻ്റെ മുഖത്തുനിന്ന് നോട്ടം പിൻവലിച്ചു, തിരമാലകളിലേക്ക് അവൻ നോക്കി. അവിടെ പത്രോസ് വെള്ളത്തിൽ ആണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. കർത്താവേ, ഞാനിതാ. ആ ഉപ്പുവെള്ളം കുടിച്ച പത്രോസിനെ കർത്താവ് അപ്പോൾ തന്നെ കരം പിടിച്ച് ഉയർത്തിയാണ്, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മോശയ്ക്കോ ഒപ്പം തന്നെ ജോഷുവാനെ വിളിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി മോശയെ വിളിച്ചുവെങ്കിൽ, തുടർന്ന് ജോഷുവായെ വിളിച്ചത് കാനാൻ ദേശം കരസ്ഥമാക്കുവാനും കൈക്കലാക്കുവാനും അത് തൻ്റെ സ്വന്തം ജനത്തിന് വീതിച്ചു കൊടുക്കുവാനുള്ള ദൗത്യമാണ് ജോഷുവായെ ഏൽപ്പിച്ചത്. സാമുവേൽ പ്രവാചകൻ വിളിക്കുന്നു, ദൈവം വിളിക്കത്ത് സാമുവേൽ വിളിക്കുമ്പോൾ സാമുവേൽ വിളി കേട്ടു, ദൈവത്തിന് ഉത്തരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ പലരെയും വിളിച്ച കൂട്ടത്തിൽ ദൈവം തമ്പുരാൻ നിന്നെ വിളിച്ചത് നീ അറിഞ്ഞുവോ? അവനറിയാതൊരു പൂ ആടുന്നില്ല, ഒരു പുല്ലുണങ്ങുന്നില്ല. പക്ഷേ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ളൊരു ധാരണയിൽ എൻ്റെതാകുന്ന ശരികളാക്കാൻ, ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞാൻ നെട്ടോട്ടം കുറുകോട്ടം ഓടിയപ്പോൾ ഞാൻ തകർന്ന് തരിപ്പണമായി. ഒരു ചുവട് ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ 3 ചുവട് പിന്നിലേക്ക് വലിക്കുന്ന പോലെ എൻ്റെ ജീവിതമാകെ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നെങ്കിൽ കാരണം എന്താണ്? വിളിച്ചവൻ്റെ മുഖത്തും നീ നോട്ടം പിൻവലിച്ചു. അവിടെ നിനക്ക് തകർച്ചകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, വിളിക്കപ്പെട്ട ഏതാനും പേരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മത്തായി സുവിശേഷം 24-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തൻ്റെ വലം ഭാഗത്തും കോലാടുകളെ തൻ്റെ ഇടം ഭാഗത്തും നിർത്തിയിട്ട് തൻ്റെ വലം ഭാഗത്ത് നിൽക്കുന്ന ചെമ്മരിയാടുകളെ നോക്കി പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവനെന്ന്. അതേ, സ്വർഗസ്ഥനായ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് മാത്രമേ അവിടുത്തെ സന്നിധിയിൽ വരാനാവൂ. യോഹന്നാൻ 6:44 പറയുന്നു, പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരാനാവില്ല. അങ്ങനെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവര്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, യേശു തനിക്കിഷ്ടപ്പെട്ടവരെ അരികിലേക്ക് വിളിച്ചു, അവർ അവൻ്റെ ചാരത്തേക്ക് അണഞ്ഞു. തന്നോട് കൂടെയായിരിക്കുവാനും തിരുവചനങ്ങൾ പ്രസംഗിക്കുവാനും പൈശാചിക ശക്തികളെ ആട്ടിപ്പായിക്കുവാനും അവൻ അവർക്ക് അധികാരം നൽകി. വീണ്ടും പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാം, ഏലിയ പ്രവാചകനെ ദൈവം തമ്പുരാൻ വിളിച്ചു. വിളിക്കുത്തരം കൊടുത്തുകൊണ്ട് ഏലിയ പ്രവാചകൻ കടന്നു പോകുമ്പോൾ 12 കാളകളെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുന്ന എലീഷാവിനെ ഏലിയാവ് വിളിക്കുകയാണ്. ഏലിയാവിൻ്റെ മേലങ്കി ഉഴുതുകൊണ്ടിരിക്കുന്ന എലീഷാവിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ എലീഷാവ് എന്താണ് ചെയ്തിരിക്കുന്നത്? 12 കാളകളെ പൂട്ടി നിലം ഉഴുതുകൊണ്ടിരിക്കുന്നവൻ ചെന്ന് മാതാപിതാക്കളോട് അനുവാദവും വാങ്ങിയിട്ട് ഏലിയാവിനെ അനുഗമിക്കുന്നത് കാണാം. ഏലിയാവിനെ അനുഗമിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്തത്? താൻ ഉഴുതുകൊണ്ടിരുന്ന കാളയെ കൊന്ന് നുകം കൊത്തിക്കീറി ആ ഇറച്ചി വേവിച്ച് മറ്റുള്ളവർക്ക് വിരുന്നൊരുക്കി കൊടുത്തിട്ട് അവൻ വിളിച്ച ഗുരുവിൻ്റെ പിന്നാലെ പോകുന്നു. ഗുരുവിൻ്റെ പിന്നാലെ പോയി 2 രാജകുമാരുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഏലിയാവിൻ്റെ കൂട്ടത്തിൽ വർഷങ്ങളോളം നടന്ന എലീഷാവ്, ആ എലീഷാവിനോട് ഏലിയ ചോദിക്കുകയാണ്, എൻ്റെ തിരിച്ചുപോക്കുള്ള സമയമായി, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാനുള്ള സമയമായി, ഞാൻ നിനക്ക് എന്ത് തരണം? അതുവരെ എലീഷാവ് ഒന്നും ചോദിച്ചിട്ടില്ല. ഗുരുവിനെ അനുഗമിച്ച് വന്നവൻ. നമ്മളിന്ന് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു അധികാരത്തിൽ നമ്മൾ ഒരു ധ്യാന കേന്ദ്രത്തിലോ അല്ലെ ധ്യാന ഗുരുക്കന്മാരുടെ കൂടെ പോയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ സ്വരത്തിന് വേണ്ടി കാത്തിരുന്ന ഏലിയാവ് ചോദിക്കുകയാണ് എലീഷാവിനോട്, ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? എലീഷാവ് ഒന്നും പറഞ്ഞില്ല. എലീഷാവ് പറയാണ്, നിനക്കെന്തുണ്ടോ അതിൻ്റെ 10 ഇരട്ടി എനിക്ക് തരണം. ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് എലീഷാവ് കൊടുത്തത്. പെട്ടെന്ന് ഏലിയ പറയാണ്, ഞാൻ എടുക്കപ്പെടുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ എനിക്കുള്ളതിൻ്റെ ഇരട്ടി തരാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഗുരു എവിടെ പോയാലും ഗുരുവിനെ അനുഗമിക്കുന്ന എലീഷാവ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴെങ്ങാനും ഗുരുവിനെ എടുത്തുകൊണ്ട് പോയെങ്കിലോ എലീഷാവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. കാരണം എന്താണ്? തനിക്കൊറ്റ ലക്ഷ്യമേ ഉണ്ട്. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് താൻ ഈ ഗുരുവിനെ അനുഗമിക്കുമ്പോൾ ഗുരുവിനെ പോലെയാകാനുള്ളതല്ല, ഗുരുവിൻ്റെ ഇരട്ടി അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ഒരു ആഗ്രഹം ആ മനുഷ്യൻ്റെ മനസ്സിൽ തുടിക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതാ ഗുരു പറയാണ്, മകൻ ഇവിടെ നിന്ന് ഞാൻ ജോർദാൻ്റെ മറുകരയൊന്ന് പോയിട്ട് വരട്ടെ. അവൻ പറഞ്ഞു, പറ്റില്ല, ഞാനും വരും. അങ്ങ് എവിടെ പോകുന്നുവോ അങ്ങയുടെ പിന്നാലെ ഞാനുമുണ്ട്. അങ്ങനെ ഒടുവിൽ
ഏലിയാവും എലീശാവും കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ കൂടെ നടന്നാൾ എടുക്കപ്പെട്ടത് കണ്ടില്ല. പക്ഷെ അവൻ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഏലിയാവിൻ്റെ കരച്ചിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ ദൈവദൂതൻ ഉയർത്തിക്കൊണ്ടുപോകുന്ന എലീശാവ് എന്ത് ചെയ്തു? തൻ്റെ മേൽവസ്ത്രം ഇട്ടുകൊടുക്കുകയാണ്. ആ എലീശാവ് ആ വസ്ത്രം എടുത്തുകൊണ്ട് പിന്നീട് ജോർദാന്റെ തീരത്ത് വന്നിട്ട് പറയുന്ന വാക്യം എന്താണ്? ഏലിയാവിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ്, ഏലിയാവിലൂടെ അത്ഭുതം പ്രവർത്തിച്ച അതേ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവ് ഇട്ടുകൊടുത്ത് മേലങ്കി എടുത്ത് വെള്ളത്തിലടിക്കുമ്പോൾ വെള്ളം രണ്ടായിട്ട് പിളർന്ന് ജോർദാൻ നദി പിളർന്ന് ജോർദാനെ വറ്റി വരേണ്ട ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു പോകുന്ന എലീശാ പ്രവാചകനെ കണ്ടുകൊണ്ട് കരയിൽ നിൽക്കുന്ന മറ്റുള്ളവർ പറയുകയാണ്, ഇത് ആ ഗുരുവിനേക്കാൾ ശക്തനാണ് ഇവരെന്ന്. അത്രയും കാലം വിശ്വസ്തയോടുകൂടി ഏലിയാവിനെ അനുഗമിച്ചതിനുള്ള പ്രതിഫലം, ഏലിയാവ് എന്തെല്ലാം അത്ഭുതം പ്രവർത്തിച്ചോ അതിനേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എലീശാവ് തൻ്റെ ജൈത്രയാത്ര നടത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 2 രാജകുമാരരുടെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ എലീശാവ് മരിക്കുകയാണ്. എലീശാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എലീശാവിനെ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു. ഇന്നത്തെ പോലെ വലിയ 6 അടി താഴ്ചയുള്ള കുഴിയൊന്നും എടുത്തായിരിക്കില്ല. അവിടെ സ്ഥലം ഒരുപാടുള്ളത് കൊണ്ട് എലീശാവിനെ അടക്കം ചെയ്തു. വസന്തം കഴിഞ്ഞു, ഗ്രീഷ്മം കഴിഞ്ഞു, കാറ്റടിച്ചു, ഈ പൊതിഞ്ഞു വച്ചിരിക്കുന്ന മണലെല്ലാം പറന്നുപോയി. അങ്ങനെ മണൽ പറന്നുപോയി. ആ സാഹചര്യം കഴിഞ്ഞപ്പോൾ എലീശാവിൻ്റെ ശരീരത്തിൽ നിന്ന് ആ മാംസമെല്ലാം അഴുകിത്തീർന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ആ അസ്ഥി മഞ്ഞും മഴയും കൊണ്ട് അങ്ങനെ കുസുത്ത് കിടക്കുന്ന സമയത്താണ് മോവാബ്യരുടെ നാട്ടിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധസമയത്ത് ശത്രുവിൻ്റെ ഭയന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യുദ്ധമുണ്ടാകുന്ന. ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ അവരുടെ നാട്ടുകാരൻ ഒരാൾ മരിച്ചു. ആയാളുടെ ബോഡി അടക്കം ചെയ്യാനായിട്ട് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ശത്രു സൈന്യം എതിരെ വരുന്ന കണ്ടുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവർ ആ ഡെഡ് ബോഡി എടുത്ത് നേരെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ചെന്ന് വീഴുന്നത് 2 രാജകുമാരരുടെ പുസ്തകത്തിൽ കാണാം. ഇത് ചെന്ന് വീഴുന്നത് കുസുത്ത അസ്ഥിയുള്ള പ്രവാചകന്റെ ശരീരത്തിലാണ്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവം പറഞ്ഞതനുസരിച്ചപ്പോൾ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിൽ പറഞ്ഞിരിക്കുന്നവ രാവും പകലും നീ ധ്യാനിക്കണം, ഇടം വലമ്പതി ചലിക്കരുത്, നിനക്ക് ഞാൻ ദീർഘായുസ് വരുമെന്ന്. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യം ചെയ്യാനുള്ളവനാണ് നീ എന്നുള്ള വലിയ ബോധ്യമുള്ളത് കൊണ്ട് ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കിന് അക്ഷരം പ്രതി അനുസരിച്ച എലീശാവിൻ്റെ അസ്ഥി കുസുത്ത് കിടന്നതിലേക്ക് ഈ ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞ് ആ ഡെഡ് ബോഡി ചെന്ന് വീഴുന്നത് എലീശാവിൻ്റെ അസ്ഥിയുടെ പുറത്താണ്. ആ അസ്ഥിയെ സ്പർശിച്ച ആ ഡെഡ് ബോഡിക്ക് ജീവൻ പ്രാപിക്കുന്ന കാണാം. കുസുത്ത് കിടന്ന അസ്ഥിക്ക് പോലും മറ്റൊരുവന് ജീവൻ കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ യോഹന്നാൻ 10:10 പറയുന്നു, കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനുമാണ്, ഞാൻ വന്നതോ ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം വിളിച്ചവനെ, വേർതിരിച്ചവനെ, അവനോട് എതിരിടാൻ ആർക്ക് കഴിയും? നീ ദൈവത്തിലാണെങ്കിൽ നിന്റെ വശത്ത് 1000 പേരും വലതുദിവസം 10,000 പേരും ഇണക്കാം, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കില്ല എന്ന് പറഞ്ഞവനെ നമ്മൾ അറിയുമെങ്കിൽ ആ വിളിച്ചവനോടൊത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവൻ ചെയ്തതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിയോവാനി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പാപ്പാടെ അംഗരക്ഷകരുടെ കൂട്ടത്തിൽ സേവനം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ആ പാപ്പാടെ അംഗരക്ഷകരുടെ കൂട്ടത്തിൽ ചേർന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ, പാപ്പാടെ ഡ്രൈവർ ആകണം. അതിന് ഈ അംഗരക്ഷകരുടെ കൂട്ടത്തിൽ നിന്നാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഒരിക്കൽ മാത്രമേ ഈ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അവിടെ അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സന്തോഷമെല്ലാം കെട്ടടങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു, പാപ്പായുടെ ഡ്രൈവറായാൽ പാപ്പായോടൊപ്പം എല്ലാ രാജ്യങ്ങളിലും പോകാം എന്നുള്ള ആ പ്രതീക്ഷ അദ്ദേഹം ചെറുപ്പം മുതലേ മനസ്സിൽ കണ്ടിരുന്ന ഒരു ആഗ്രഹം. അങ്ങനെ ഇടവപ്പള്ളിയിൽ വന്ന് എല്ലാ ദിവസവും ഇടവപ്പള്ളിയിൽ ബലിയർപ്പണത്തിന് വരുമ്പോൾ പിന്നീട് ഈ ജിയോവാനി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ മ്ലാനവതനായിരുന്നു. വികാരം ചോദിച്ചു, ജിയോവാനിക്ക് എന്താ പറ്റിയേ? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്വപ്നം പറഞ്ഞു, എനിക്ക് ഡ്രൈവറാകണം, പാപ്പാടെ ഡ്രൈവറാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് നടക്കത്തില്ല. പെട്ടെന്ന് ആ വൈദികൻ ഇടവ വികാരി ചോദിക്കുകയാണ്,
നീ പാപ്പയുടെ ഡ്രൈവർ ആകാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ട് നിനക്കൊരു പുരോഹിതനായിക്കൂടാ? ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിളിയാണ് പൗരോഹിത്യം എന്നുള്ളത്. എന്തുകൊണ്ട് നിനക്കൊരു വൈദികനായിക്കൂടാ, ഒരു പുരോഹിതനായിക്കൂടാ? ജിയോവാനിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തിയ ഒരു തരി വെട്ടമായിരുന്നു അത്. അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, എനിക്കും ഒരു പുരോഹിതനായിക്കൂടാത്തെന്താ? അങ്ങനെ ഇദ്ദേഹം ഇടവ വികാരിയുടെ നേതൃത്വത്തിൽ സെമിനാരി ചേർന്നു. സെമിനാരി ചേർന്ന് കണ്ട് 2 വർഷക്കാലം അവിടെ വളരെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ കടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള റെക്ടർ അച്ഛനും മറ്റുള്ളവർക്കും എല്ലാം പ്രിയപ്പെട്ടവനായി തീർന്ന ജിയോവാനി അന്ന് ഒരു ദിവസം സായാഹ്നത്തിൽ അവർ സെമിനാരി കുട്ടികളെല്ലാവരും കൂടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹത്തിന് ഫിറ്റ്സ് രോഗം വരികയാണ്. അത് ഇന്ന് വരെ വന്നിട്ടില്ല, ആദ്യമായിട്ടുണ്ടാകുകയാണ്. വായിൽ നിന്ന് ഒരേം പതയം വന്ന് നാക്കെല്ലാം കടിച്ചു മുറിച്ച് തലയൊക്കെ ഇട്ട് അടിച്ച് കൈയും കാലും ഇട്ട് ഉരച്ച് അങ്ങനെ ഭീകരമായ കണ്ടു നിൽക്കുന്നവർക്ക് കണ്ടു നിൽക്കാനാവാത്ത രീതിയിൽ ആ പാവം വൈദിക വിദ്യാർത്ഥികൾ ഭയന്ന് പറിച്ചുകൊണ്ട് ഓടി. ജിയോവാനി അവിടെ കിടന്നുകൊണ്ട് ഈ ഫിറ്റ്സ് രോഗത്താൽ ചുഴലിത്തണ്ടത്താൽ കടന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഒരിക്കലും ഒരു പുരോഹിതനാകുവാനുള്ളൊരു വ്യക്തിക്ക് ഫിറ്റ്സ് രോഗമുണ്ടെങ്കിൽ സെമിനാരിൽ തുടരാനാവില്ല. അടുത്ത ദിവസവും അതിനടുത്ത ദിവസവും ഉണ്ടായപ്പോൾ റക്ടറച്ചൻ ജിയോവാനിയുടെ വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ ജിയോവാനിയെ കൊണ്ടുപോകാനായിട്ട് മാതാപിതാക്കളും സഹോദരങ്ങളും വരികയാണ്. അവർ വന്നപ്പോഴാണ് ജിയോവാനി അറിയുന്നത് തൻ്റെ സെമിനാറിലെ ജീവിതം അവസാനിക്കുകയാണ്. തൻ്റെ സെമിനാറിലെ ജീവിതം അവസാനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ജിയോവാനി തൻ്റെ ബാഗ് ഒക്കെ എടുത്ത് ആ ഗ്രൗണ്ടിന് വെളിയിൽ നിർത്തിയിരിക്കുന്ന വാഹനത്തിലേക്ക് ആ ബാഗ് ഒക്കെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ സഹോദരനും അപ്പനും കൂടെയുണ്ട്, ഇടം വലമുണ്ട്. സെമിനാറിൽ താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങളും അതുപോലെ കിടക്കയും എല്ലാം എടുത്തുകൊണ്ട് അവർ നടന്നു പോകുമ്പോൾ തനിക്ക് ആ രോഗം വന്ന ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹം തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോൾ പിന്നിൽ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് ഏറെ വേദനയോടെ കരം വീശി കാണിക്കുന്ന റക്ടറച്ചൻ. ഒരു അപ്പനും മകനും എന്നുള്ളൊരു ബന്ധമായിരുന്നു റക്ടറച്ചനും ജിയോവാനിയും തമ്മിൽ. ആ കരം വീശി കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നേക്കുമായിട്ട് ആ നാട്ടിൽ നിന്ന് തിരിച്ച് ആ സെമിനാരിൽ നിന്ന് തിരിച്ചു പോവാണെന്നുള്ള ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് അവിടെ വെച്ചിട്ട് തിരിച്ചോടിച്ചെന്ന് ഈ റക്ടറച്ചൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ആ റക്ടറച്ചൻ അവന് വാരിയെടുത്തു. പറഞ്ഞു, മകൻ പോയിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് റക്ടറച്ചന് എവിടെയോ വെച്ചൊരു സമ്മാനം കിട്ടിയ ഒരു കർദിനാൾ കൊടുത്തൊരു ജപമാലയുണ്ട്. ആ ജപമാല റക്ടറച്ചൻ ഒരിക്കലും കയ്യിൽ നിന്ന് മാറ്റാത്തതാ. ആ ജപമാല അമൂല്യമായിട്ട് കരുതിയിരുന്ന അദ്ദേഹം ആ ജപമാല എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മകനെ, എനിക്ക് നിനക്ക് തരാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. നീ അമ്മയോട് പറയൂ, അമ്മ നിന്റെ കാര്യം കേൾക്കട്ടെ. യെശയ്യാപ്രവാചകൻ 54-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, അല്പകാലത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, എന്നാൽ മഹാകരുണയോടെ കൂട്ടിക്കൊണ്ടുവരുന്നവരാണ് നിന്റെ ദൈവമെന്ന് നീ അറിയുന്നുവോ? പ്രിയപ്പെട്ടവരെ, ജിയോവാനി ആ ജപമാല ഒരു അമൂല്യ നിധിയായിട്ട് തിരിച്ച് അതും മാറോട് ചേർത്തവൻ വന്നു. വീട്ടിൽ വന്ന ദിവസം മുതൽ, വീട്ടിൽ വന്ന നിമിഷം മുതൽ അവൻ ആ ജപമാല എടുത്ത് ജപമാല ചൊല്ലുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിഞ്ഞു. ഈ ജപമാല നിരന്തരം അവൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ആ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 2 മക്കാബാർ 8:18 പറയുന്നു, തനിക്കെതിരായി വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും തന്നെയും തൻ്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിവുള്ള ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, കട്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശ നൽകുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുനിമിഷം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടുകളുണ്ടാകാം, ദുരിതങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം. പക്ഷെ നിന്നെ വിളിച്ചവനെ അറിയുമെങ്കിൽ, അവൻ്റെ വിളിക്കൊത്തുയരാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ജിയോവാനി തൻ്റെ ജീവിതത്തിൽ ആ ജപമാല ഒരിക്കലും കയ്യിൽ നിന്ന് മാറ്റാതെ ഒരു ദിവസം 20-ഉം 25-നും ഇടയ്ക്കുള്ള ജപമാലകൾ ഓരോ ദിവസം ചൊല്ലാൻ തുടങ്ങി. ഒരു നിമിഷം പോലും അവൻ വെറുതെ ഇരിക്കില്ല. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോൾ പോലും ആ ജപമാല പിടിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ടാണ് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു 1.5 വർഷം പിന്നിട്ടപ്പോൾ അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഈ 1.5 വർഷം ഞാൻ സെമിനാരിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ഞാനിവിടെ വന്നതിന് ശേഷം ഒരിക്കലും അല്ലാതെ രണ്ടാമത് എനിക്ക് ചുഴലിത്തന്നെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം മാതാപിതാക്കളോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഇനി ഒരിടത്തേക്കും പോകാൻ നോക്കണ്ട. അവനോട് വികാരി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ അവനെ സമാധാനിപ്പിച്ചു. ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഇടവക വികാരിയും മാതാപിതാക്കളും എല്ലാം ചേർന്ന് ജിയോവാനിയെ കൊണ്ട് വിദഗ്ധമായൊരു പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വൈദ്യശാസ്ത്രം തെളിയിക്കുകയാണ്,
ഈ മനുഷ്യൻ്റെ ബ്ലഡിൽ എപ്പിലിപ്സിയുടെ രോഗാണുക്കളില്ല, ചുഴലിത്തണ്ടത്തിൻ്റെ രോഗാണുക്കളെ കാണാനില്ല. കാരണം എന്താണ്? ആ പരിശുദ്ധി അമ്മയോട് ചേർന്ന് തൻ്റെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ജപമാല ചൊല്ലിയപ്പോൾ നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങൾ അറിയുന്ന ദൈവം ജിയോവാനുടെ ജീവിതത്തെ തകിടം മറിക്കുക. ജിയോവാനുടെ ജീവിതത്തിലെ പ്രത്യാശയുടെ കിരണങ്ങൾ. ഡോക്ടർ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സംശയം തീരാൻ മറ്റൊരു ആശുപത്രിയിൽ കൂടെ പോയി പരിശോധിച്ചു. അവിടെയും റിസൾട്ട് തന്നെ. ഈ ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ എപ്പിലിപ്സിയുടെ അണുക്കൾ കാണാനില്ല എന്ന് ഡോക്ടർമാർ വിധിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജിയോവാനി റെക്ടറച്ചനെ വിളിച്ചു. പഴയ പോലുള്ളൊരു സ്വാഗതമോ പഴയ പോലുള്ളൊരു സ്നേഹമോ സ്വാന്തനമോ റെക്ടറച്ചന് ഉണ്ടായില്ല. കാരണം ഇതിന് ശേഷം പ്രിയപ്പെട്ടവരെ വികാരിയച്ഛൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വികാരിയച്ഛനും വീട്ടുകാരും ഉൾപ്പെടെയായിട്ട് ജിയോവാനി തൻ്റെ സെമിനാരിൽ ചെന്നു. റെക്ടറച്ചനെ കണ്ടു. റെക്ടറച്ചൻ്റെ നിർദ്ദേശത്തിൽ 2 ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി. ആ പരിശോധനയിൽ ജിയോവാനി ഓക്കെയാണ്, അദ്ദേഹത്തിന് രോഗാണുക്കളില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സെമിനാരിൽ വീണ്ടും എടുത്തു. നിങ്ങൾക്കറിയോ, 28-ാമത്തെ വയസ്സിൽ പുത്തൻ കുർബാന ചൊല്ലിയ വ്യക്തിയാണ് ജിയോവാനി. 28-ാമത്തെ വയസ്സിൽ പുത്തൻ കുർബാന ചൊല്ലിയ ആ മനുഷ്യൻ അത്ഭുതകരമെന്ന് പറയട്ടെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പുത്തൻ കുർബാന ചൊല്ലി 6 മാസത്തിന് ശേഷം ഒരിടവകയിൽ കൊച്ചച്ഛനായിട്ട് നിയമിക്കപ്പെടുന്നു. തുറന്നുള്ള നിമിഷങ്ങളിൽ അദ്ദേഹം വികാരിയായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രിയപ്പെട്ടവരെ സെമിനാരിയിലെ ഏറ്റവും വലിയ അവസ്ഥയിൽ നിന്ന് രൂപതയുടെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഒടുവിൽ ആ മനുഷ്യൻ കർദിനാളായെന്ന് മാത്രമല്ല, അങ്ങനെ കർദിനാളായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോപ്പിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പുണ്ടായി. ആദ്യത്തെയും 2ാമത്തെയും തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു. 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ കർദിനാൾമാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുവാൻ വിളി കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട ജിയോവാനി. നിങ്ങൾക്കറിയോ, 9-ാം പീസ് മാർപ്പാപ്പയായിട്ട് ദൈവം അദ്ദേഹത്തെ ഉയർത്തി. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന നിത്യസേവ മാതാവിൻ്റെ ചിത്രവും ആ പ്രാർത്ഥനയും സഭയ്ക്ക് നൽകിയത് 9-ാം പീസ് മാർപ്പാപ്പയാണ്. പാപ്പായുടെ ഡ്രൈവറാകാൻ കൊതിച്ചവനെ പാപ്പായാക്കി ഉയർത്തിയ ദൈവം, ആ ശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ആ ദൈവത്തെ മറന്നുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മെ വിളിച്ചവന് ഒരുപാട് പ്ലാനും പദ്ധതിയും നമ്മളെക്കുറിച്ച് അവൻ മെനഞ്ഞിട്ടുണ്ട്. ആ പ്ലാനൊത്ത് നമ്മൾ ഉയരണമെങ്കിൽ നമ്മുടെ കുറവുകൾ കണ്ടെത്തി, നമ്മുടെ പോരായ്മകൾ കണ്ടെത്തി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നല്ല കള്ളനെ ഉയർത്തിയ കർത്താവ് നല്ല കള്ളനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതുപോലെ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ച ആ വിളിക്കൊത്ത് നമുക്ക് ഉയരുവാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ തിരിച്ചറിയേണ്ട മക്കളെ. ഇവിടെ ഈ വിളിച്ചവനെ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. ദൈവത്തിൽ ഓടിയണഞ്ഞുകൊണ്ട് ദൈവത്തോടൊത്ത് ചിന്തിക്കാം. ദൈവത്തിൻ്റെ കരവലയത്തിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് അമ്മയുടെ കരത്തിൽ ചേർന്ന് പിടിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.